ഹസ്ബൻഡിൻ്റെ അവിടെ പോയപ്പോഴാണ് കേട്ടോ ഓൾമോസ്റ്റ് കറിയൊക്കെ വെക്കാൻ പഠിച്ചത്. അങ്ങനെ പഠിച്ച ഒരു കറിയാണ് നാടൻ കോഴിക്കറി. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം, ലെറ്റ്സ് ഗോ. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കി കുക്കർ വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇട്ട് പൊട്ടിയതിന് ശേഷം സവാള സ്ലൈസിലിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. മൂത്ത് വരണ സവാളയിലോട്ട് പച്ചമുളക് കീറിയിട്ടതിട്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ചേർത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ എണ്ണ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2 തക്കാളി ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇതിന് ശേഷം ഉണ്ടല്ലോ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലോണം മിക്സാക്കി അതിലോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടിങ്ങനെ കോഴിയിറച്ചിയിട്ട് നല്ലോണം മിക്സാക്കി പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഈ ഇറച്ചി വേകുന്നതിനിടയിൽ തന്നെ നമുക്ക് തേങ്ങ വറുത്തരച്ച പേസ്റ്റ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ പെരുംജീരകം, ചെറിയ ജീരകം, കറിവേപ്പില ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുകയാണ്. തേങ്ങ വറുത്തെടുത്തത് ചൂടാറിയതിന് ശേഷം ഉണ്ടല്ലോ നല്ല പേസ്റ്റ് പോലെ നമുക്കത് അരച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കുക. നേരത്തെ വേവിച്ചെടുത്ത കോഴിയിറച്ചി നമുക്കൊരു വേറെ പാനിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച തേങ്ങ പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ നാടൻ കോഴിയിറച്ചി ഇവിടെ റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്